ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പോൾ 1.5 മാസമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവർക്ക് അരി കൊടുക്കുമ്പോൾ ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അരി വേവിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്കിതിന് വാക്സിനൊക്കെ ഉണ്ട്. 3 കെട്ടായിട്ടാണ്. വിരിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാക്സിൻ ഉണ്ട്, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട്, പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ട്. പിന്നെ കോഴികൾക്ക് അധികം കാണുന്നതാണ് ഈ തൂങ്ങി നിൽക്കുക. നമ്മൾ വിചാരിക്കും തൂങ്ങി നിൽക്കുമ്പോൾ കുഴപ്പമില്ല എന്ന്, പക്ഷെ അങ്ങനെ 1-2 ദിവസം നിന്ന് കഴിഞ്ഞാൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകുന്നുണ്ട്. ഇതിൻ്റെ കുറേ ചത്തുപോയിട്ടുണ്ട്. നമ്മൾ ഈ ചോറ് കൊടുക്കുമ്പോൾ കറി ഒഴിച്ച് കൊടുക്കരുതെന്നാണ് നമ്മൾ ഡോക്ടറൊക്കെ പറയുന്നത്. കാരണം അതിന് എരിവ് അങ്ങനെയുള്ളതൊന്നും ഉപ്പൊക്കെ കൂടുതലുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് ചാവുമെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് നമുക്ക് പപ്പായൻ്റെ ഇല, വാഴയില, പിന്നെ പുണ്ണാക്ക് ഒക്കെ ചോറിൽ കുഴച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പുണ്ണാക്കൊക്കെ കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വെയിറ്റൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ചൂടാകുമ്പോൾ കോഴികൾ പെട്ടെന്ന് ചാവുന്ന ഒരിത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കൂടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ചിട്ട് ഒന്ന് നനച്ചിട്ട് കൊടുക്കുക. ഇത്തിരി ഒരു തണുപ്പുണ്ടാവുമല്ലോ അവർക്ക്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാവുന്നതാണ്. ഇതൊരാഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ 1 മാസത്തിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണം, ചൂടിട്ടാൻ. പിന്നെ വിരിഞ്ഞിറങ്ങിയ പാട് നമ്മളൊന്നും കൊടുക്കില്ല. വെള്ളവും അതിൽ പഞ്ചസാര മഞ്ഞളിട്ടിട്ട് കൊടുക്കുള്ളൂ. പിറ്റേന്ന് തന്നെ നമ്മൾ സാറ്റർ കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആടിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ആടിൻ്റെ കൂടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ സ്റ്റെപ്പൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇത് കൂട് അധികം ഒന്നും റേറ്റ് ആയിട്ടില്ല. നമ്മൾ കാണുമ്പോൾ നല്ല റേറ്റൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ഇതൊരു 4 ആട് ഒക്കെ കൊള്ളുന്നൊരു കൂടാണ്. ബോക്സ് ടൈപ്പാണ്. നമുക്ക് എവിടെയും പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഫുഡൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഞങ്ങൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ, മൂത്രം ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല താഴെ. പിന്നെ ആണെങ്കിൽ നമുക്ക് ആട്ടുകാട്ടൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ആടിൻ്റെ മെഡിസിനാണ്. ഇത് ചുമക്കുള്ളതും പിന്നെ ബ്ലഡ് ഉണ്ടാവാനുള്ള മെഡിസിനാണ്. ഇവർക്ക് നമ്മൾ വാഴൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് മുറിച്ചിട്ട് ചെറുതാക്കിയിട്ടെടുത്താൽ നന്നായിട്ട് ഇവർ കഴിക്കും. നമ്മൾ ആടുകൾ വെള്ളം കുടിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ലെങ്കിലൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ അതൊക്കെയെന്ന് അറിയുന്നത് പെട്ടെന്ന് ആടുകൾ ചത്തു പോകാൻ സാധ്യത ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റാത്ത ഇലകളാണ് ചീമക്കുന്നിൻ്റെ ഇല, തൊട്ടാവാടി, പൂളൻ്റെ തോല്. ഇതൊന്നും ഇവർക്ക് നമ്മൾ കൊടുക്കരുത്. വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി പുണ്ണാക്ക്, ഇത്തിരി ചൂട് വേണം ഇവർക്ക് കൊടുക്കുമ്പോൾ. ഓക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഫിഷ് വളർത്തുന്ന ടാങ്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതിലുള്ളത് Just kidding.
ക്യാറ്റ് ഫുഡൊന്നും പറ്റില്ല. നമ്മൾ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ വേവിച്ച് അതൊക്കെ കൊടുക്കുന്നത് മാത്രം പറ്റുള്ളൂ. ഇപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാറ്റ് ഫുഡൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. പൂച്ചക്ക് ചെള്ള് വരാറുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മെഡിസിനാണിത്. 1 ലിറ്റർ വെള്ളത്തിൽ ഇത് 2 ml ഞാൻ ഒഴിച്ചിട്ട് മേത്ത് തേച്ച് കൊടുക്കലാണ്. 1 മണിക്കൂർ വെച്ചിട്ടാണ് പിന്നെ ഇതിനെ കുളിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നോക്കാം. വിളിക്കാണ്ട് വന്ന അതിഥികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കുള്ള വർക്കാണിത്. ഇവരെ ഫുഡ് കൊടുക്കുക, ഇവരെ നോക്കുക, ഇതൊക്കെയാണ് എൻ്റെ വർക്ക്. അപ്പം നമ്മുടെ വീട്ടമ്മമാർക്ക് ഇത്തിരി ക്യാഷൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്താൽ മതി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.